ഇത് പ്രകൃതിക്ക് യാതൊരു ദോഷമില്ല, ഒരു സൗണ്ട് പോലും ഉണ്ടാക്കുന്നില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്രോളോ ഡീസലോ ഒന്നും കത്തില്ല. അതിമനോഹരമാണ് ആ തൂക്കുപാലത്തിലൂടെയുള്ള നടത്തവും എല്ലാം. ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബോട്ടിലാണ്. വെറും ബോട്ടല്ല, ഒരു സോളാർ ബോട്ട്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണിത്. സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന ബോട്ട്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിനടുത്ത് കനോലി കനാൽ ക്രൂയിസ് ആൻഡ് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഇപ്പോൾ ഈ സോളാർ ബോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഈ ബോട്ടിൽ നമുക്കൊരു ചെറിയൊരു യാത്ര ചെയ്യാം. കൂടെ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവിടെ ബോട്ട് മാത്രമല്ല കേട്ടോ, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. കയാക്കിങ്, പെഡൽ ബോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഈവനിങ് തന്നെ വേണമെന്നില്ല, എപ്പോൾ വന്നു കഴിഞ്ഞാലും രാവിലെ മുതൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ ഈ തൂക്കുപാലത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ആ തൂക്കുപാലത്തിലൂടെയുള്ള നടത്തവും എല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പ് ഈ ഒരു ബോട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. We appreciate the tour very much. The guides were great, and the experience was great too. And we like it very much that the boat is just with solar. It's very good for the environment and for all the animals who live here. ഹായ്, എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ അവിടെ നാട്ടിലേക്ക് പോരണം എന്നുള്ളൊരു ചിന്തയിൽ വന്നപ്പോഴാണ് നാട്ടിലെന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പുഴയുടെ ഒരു 100 മീറ്റർ അപ്പുറത്താണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ വീടിനോട് അടുത്ത് തന്നെ എന്ത് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഒരു ടൂറിസം മേഖല ഒരു ബോട്ടിംഗ് പരിപാടി ആരംഭിക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതോടുകൂടി തന്നെ വേറൊരു ചിന്ത കൂടി വന്നാൽ നമ്മളൊരു ബോട്ട് നടത്തുമ്പോൾ അത് പ്രകൃതിക്ക് യാതൊരു ദോഷം വരരുത്. പ്രകൃതിക്ക് യാതൊരു ദോഷം വരാത്ത ഒരു ബോട്ടിനെ കുറിച്ച് അന്വേഷിച്ചാണ് ഈ സോളാർ ബോട്ടിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്. അപ്പോൾ സോളാർ ബോട്ടിനെ കുറിച്ച് അവരെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നവാൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്, അവരായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ ഐഡിയകളൊക്കെ പറഞ്ഞു തന്നമാതിരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് സോളാർ ബോട്ടിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്. അപ്പോൾ സോളാർ ബോട്ട് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ ബോട്ടാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃപ്പയാറടുത്ത് ചെമ്മാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് പ്രകൃതിക്ക് യാതൊരു ദോഷമില്ല, ഒരു സൗണ്ട് പോലും ഉണ്ടാക്കുന്നില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പെട്രോളോ ഡീസലോ ഒന്നും കത്തില്ല, അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആണല്ലോ. പിന്നെ ഈ ബോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് കറ്റാമറൈൻ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽപ്പെട്ട ബോട്ടാണ്. കറ്റാമറൈൻ എന്ന് പറയുമ്പോൾ സാധാരണ ബോട്ടിനൊക്കെ അടിഭാഗം ഒറ്റ ഹള്ളുണ്ടാവും. ഈ ബോട്ടിൽ നിന്ന് 2 ഹള്ളുണ്ട്, അത് 2 വഞ്ചിയുമ ബോഡി ഇട്ടിച്ചിരിക്കും. അതിനാണ് ഈ കറ്റാമറൈൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പറയും. ഇത് യാത്രക്കാർക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള ബോട്ടാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കറ്റാമറൈൻ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ബാലൻസിങ് ഏറ്റവും കൂടുതലാണ്. ഒരു സൈഡിലുള്ള ആൾ മുഴുവൻ മറ്റൊരു സൈഡിലേക്ക് വന്നാലും ഈ താനൂരൊക്കെ സംഭവിച്ചാൽ അങ്ങനെയാണ്. എല്ലാവരും ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ബോട്ട് മറിയാണ്ടായത്. അപ്പോൾ ഇതിനങ്ങനെ വരില്ല. ഇത് കാരണം വെച്ചാൽ ഇത് ബാലൻസ് ചെയ്യും, 2 ഹള്ളുള്ള കാരണം. അങ്ങനെ ഒരു ഇതാണ് പ്രത്യേകത ഉണ്ട് ഇതിന്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഇത് ഒരു സേഫ്റ്റിക്ക് ആവശ്യമുള്ള എല്ലാ ലൈഫ് ജാക്കറ്റും ഞങ്ങളവിടെ വെച്ചിട്ടുണ്ട്. ഒരു 15 പേരാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 10-20 ലൈഫ് ജാക്കറ്റ് ഞങ്ങളോട് വെച്ചിട്ടുണ്ട്. എല്ലാ ലൈഫ് ബോയ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും തീപിടുത്തുണ്ടെങ്കിൽ കെടുത്താനുള്ള എക്സ്റ്റിങ്വിഷർ വെച്ചിട്ടുണ്ട്. എല്ലാ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ബോധവാന്മാരാണ്. അത് ഗവൺമെൻറ് റൂളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓവറായിട്ട് ആളെ ഞങ്ങൾ കയറ്റാറില്ല. സേഫ്റ്റി ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്, അതുപോലെ അതിൻ്റെ ആക്സിലേറ്റർ കൂട്ടുന്ന രണ്ട് എഞ്ചിനാണ് ഇതിനുള്ളത്. അപ്പോൾ 2 എഞ്ചിൻ അവിടെ ഉണ്ട്. അത് ആക്സിലേറ്റർ കൂട്ടുന്ന അതൊക്കെയാണ് അതിൻ്റെ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിയറിങ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡെപ്തും സ്പീഡും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, അതിൻ്റെ ദിശ അറിയാവുന്ന വിഷയമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ രണ്ട് മോട്ടറാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 3 കിലോവാട്ടിൻ്റെ ഇതിൻ്റെ മുകളിൽ സോളാറിൻ്റെ പാനലുണ്ട്. പിന്നെ ബാറ്ററി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ 2 എഞ്ചിനുണ്ട്. 4 കിലോവാട്ടിന് 2 എഞ്ചിനുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ടേബിളൊക്കെ ഉണ്ട്. ഇതിൽ ടേബിൾ സൗകര്യങ്ങളുണ്ട്. പിന്നെ ലക്ഷറി സീറ്റാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. വളരെ കംഫർട്ടബിളായിട്ട് ആൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു രൂപത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ ഈ ബോട്ട് ഓടി തുടങ്ങിയിട്ടോ, നമ്മൾ അറിയുന്ന പോലും ഇല്ല. സാധാരണ ഒരു ബോട്ടിൽ കയറി കഴിഞ്ഞാൽ എത്രത്തോളം സൗണ്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഒരു ഡീസൽ ഓട്ടോറിക്ഷയിൽ കയറുന്നേക്കാളും സൗണ്ട് ഉണ്ടാവും സാധാരണ ഒരു ബോട്ടിൽ പോകുമ്പോൾ. ഇതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ഒട്ടും സൗണ്ട് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ EV വണ്ടികൾ, കാറ്, EV 2 വീലേഴ്സൊക്കെ ഓടുന്ന പോലെയുള്ള ഒരു ചെറിയൊരു മൂളിച്ച മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം, ഇതിൻ്റെ ഈ പ്രൊപ്പലറിൽ നിന്ന് വെള്ളം പോകുന്ന ചെറിയൊരു ശബ്ദം, അത് ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ചെറിയൊരു സൗണ്ട് പോലെ അങ്ങനെ കേൾക്കാം. അത്ര തന്നെ ഉള്ളൂ. നമുക്ക് വളരെ ഇതായിട്ട് റിലാക്സ് ആയിട്ട് പോകാം കേട്ടോ, ശബ്ദത്തിൻ്റെ ശല്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ ഐലൻഡ് വിട്ട് ഇപ്പുറത്തേക്ക് കടന്നു. ഇവിടേക്ക് വരുമ്പോഴേക്കും പുഴയ്ക്ക് നല്ല വീതിയായിട്ടോ. അവിടെയാണെങ്കിൽ 2 സൈഡിൽ കൂടെ, ഐലൻഡിൻ്റെ 2 വശത്ത് കൂടി ആയിട്ടാണ് പുഴ പോകുന്നത്. ഈ പുഴ നേരെ ചെന്ന് ചേരുന്നത് നമ്മുടെ ചേറ്റുവേലിക്ക് എത്തും. അതുപോലെ അവിടെ നിന്ന് ചേറ്റുവ അഴിമുഖം വഴി കടലിൽ ചെന്ന് ചേരുന്ന പുഴയാണ് കേട്ടോ അത്. ഈ പുഴയ്ക്ക് ഒരു പേരുണ്ട്, കനോലി കനാൽ എന്ന് പറയാം. കൊണോളി കനാൽ എന്നുള്ള ശരിക്ക് സ്പെല്ലിങ്, അത് നമ്മൾ കനോലി കനാൽ എന്ന് പറയുന്നത്. ഇത് 1848 ഇവിടെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, കൊണോളി എന്ന് പറഞ്ഞിട്ട്. ആളെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ നിന്ന് കോഴിക്കോട് തൊട്ട് കൊടുങ്ങല്ലൂർ വരെ ഒരു വഴി ഉണ്ടാക്കി. ഈ ഭാഗങ്ങളൊക്കെ, കുറേ ഭാഗങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള വലിയ വീതിയുള്ള പുഴയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് അയാൾ ചെറിയ ചെറിയ തോടുകൾ ഉണ്ടാക്കിയിട്ട് കണക്ട് ചെയ്ത് അയാൾ ഇവിടുന്ന് കൊടുങ്ങല്ലൂർ തൊട്ട് കോഴിക്കോട് വരെ അയാളൊരു വഴി ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ കനോലി കനാൽ എന്നുള്ള പേര് വരാൻ കാരണം. 1848 2 വർഷം കൊണ്ടാണ് ആൾ പണി തീർത്തത്. അന്ന് പറഞ്ഞാൽ ശമ്പളത്തിനല്ല ആൾ ജോലി ചെയ്യുക, ഭക്ഷണത്തിന് ജോലി ചെയ്തിട്ടാണ് അന്ന് ഈ ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം. മിഷണറി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അന്ന് അത് ഇത്രയും വലിയൊരു സംരംഭം അയാൾ ചെയ്തത്. അപ്പോൾ നമ്മൾ പല ബോട്ടിലും ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും ബോട്ടിങ്ങിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ലക്ഷറി ആയിട്ടുള്ളൊരു സീറ്റ് കാണാറില്ല ബോട്ടിലൊന്നും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂയിസ് ഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു സീറ്റൊക്കെ പോലത്തെ ഒരു സീറ്റ്, അതുപോലെ തന്നെ നമുക്ക് ടേബിള്, ഭക്ഷണം കഴിക്കാനോ. ഇതിന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാലേ, സാധാരണ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ആ എൻജിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സീറ്റിലും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ആ വൈബ്രേഷൻ കിട്ടും. ഇതിപ്പോൾ ഒരു വൈബ്രേഷനും ഇല്ല, സൗണ്ടും ഇല്ല. ഇപ്പോൾ നമ്മൾ ടേബിളിൽ കൈ വെച്ചിരുന്നാലൊന്നും അറിയുന്ന പോലും ഇല്ല. അത്രയും സ്മൂത്തായിട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പുഴയുടെ തീരത്തുള്ളൊരു കൺവെൻഷൻ സെൻ്ററാണ്. സാധാരണ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ, വിവാഹങ്ങളോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റിയൊരു ഓപ്പൺ കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൃപ്രയാർ എത്തിയിട്ടുണ്ട്. ഈ ചെമ്മാപ്പള്ളി എന്ന് പറയുന്നത് തൃപ്രയാറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് തൃപ്രയാർ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും തൃപ്രയാർ അമ്പലത്തിൻ്റെ ഇങ്ങനൊരു പുഴയെന്നുള്ളൊരു കാഴ്ച കാണുക എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമ്മൾ സാധാരണ തൃപ്രയാർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ നട വഴിയാണ് എല്ലാവരും കയറാറുള്ളത്. പിന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ഇവിടെയാണ് മീനൂട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു നടയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് അത് ഇവിടെ നിന്ന് കാണാം, പുഴയിൽ നിന്ന് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയൊക്കെ വന്നിട്ട് ഇവിടെ മീനൂട്ടൊക്കെ നടത്തിയത്. ആ ഒരു തൃപ്രയാർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് തൃപ്രയാർ പാലം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ സോളാർ ബോട്ടിലൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ്. സമയം ഉച്ചയായിട്ടുണ്ട്, നല്ല വെയിലാണ്. ഇപ്പോൾ സോളാർ ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം വെയിൽ നല്ലതാണ്, കാരണം ചാർജ് ആവുമല്ലോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു യാത്ര. അപ്പോൾ കയാക്കിൽ ഒരു യാത്ര. നട്ടുച്ച സമയമാണ്. ശരിക്കും രാവിലെയും വൈകുന്നേരമൊക്കെയാണ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ തോന്നുന്നു, കാരണം വെയിൽ അത്രയും വെയിലുണ്ട്. എന്നാലും അത്ര ചൂടറിയില്ല, വെള്ളത്തിൻ്റെ നടുവിലായതുകൊണ്ട് അത്രയും ചൂടൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിൻ്റെ
അടിയിലായിട്ടൊരു കയാക്ക് യാത്ര. സംഭവം കൊള്ളാം. ഇവിടെ ചെറിയൊരു റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതാ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ആ കാണുന്നത് കള്ള് ഷാപ്പാണ് കേട്ടോ. ആ നീല കളറിൽ കാണുന്നത് കള്ള് ഷാപ്പാണ്. കള്ള് കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കുടിക്കാം, ഞാൻ കള്ളിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതുമാത്രമല്ല, ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണമുണ്ട്, നല്ല കറികളുണ്ട്, ഷാപ്പ് കറികളുണ്ടാവും, എല്ലാവിധ ഷാപ്പ് കറികളും കിട്ടും. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോൾ കള്ള് ലേശം കുടിക്കണം എന്ന് തോന്നുന്നവർക്ക് കള്ളും കുടിക്കാം. അപ്പോൾ അതാണ് ആ കള്ള് ഷാപ്പ്. അപ്പോൾ എന്തായാലും കയാക്കിങ്ങും ചെയ്തു, തിരിച്ചെത്തി. സംഭവം അടിപൊളിയാണ്. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനൊരു സ്ഥലം, അതായത് തൃപ്രയാറിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിൻ്റെ താഴെയാണ് ഈ കനോലി കനാൽ ക്രൂയിസ് ആൻഡ് കയാക്കിംഗ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ കയാക്കിങ് ചെയ്യാം, പെഡൽ ബോട്ട് ചെയ്യാം, അതുപോലെ തന്നെ വേറെ എവിടെയും ഇല്ലാത്തൊരു സംഭവം സോളാർ ബോട്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് ഈ സോളാർ ബോട്ട് ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് വന്നത്. അതെന്തായാലും ഗംഭീര സംഭവമാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്നാലും ശരി, പോട്ടെ, തിരിച്ചു പോട്ടെ, ബൈ.